ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തിൻ്റെ വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളൊരു അടിപൊളി അൺബോക്സിങ് വീഡിയോ കേട്ടോ. അൺബോക്സിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഓൾറെഡി ഞങ്ങളിത് അൺബോക്സിങ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ച്. നമ്മളുടെ ഒരുപാട് ആഗ്രഹമായിട്ട് ഒരുപാട് കാലത്ത് ആഗ്രഹിച്ചു അഗാരോൻ്റെ ഒരു OTG ഓവൻ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും കൂടി ഉള്ള ഒരു ടൈം ആയതിനെക്കൊണ്ട് അത്യാവശ്യം ഓഫറൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ വാങ്ങിയതാട്ടോ. ഇതിന് 10,999 റുപ്യയ്ക്ക് എന്താ പറയുക, എന്നാലും അടിപൊളി സാധനമാണ്. ഇതാ പെട്ടി നോക്കിയപ്പോൾ സാധനം കണ്ടില്ലേ, ഇതാ ഇവിടെ എത്തിയിട്ടോ. ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഞങ്ങളിത് പൊളിച്ച് പെട്ടിയൊക്കെ ഇതാക്കി റെഡിയാക്കി ഇവിടെ കൊണ്ടുവച്ചതാ. തലേന്ന് വന്ന് അപ്പോൾ വന്ന് പെട്ടെന്ന് ഇത് വന്നീനത്. അപ്പോൾ വന്ന പാടെ ഞങ്ങൾ ഇതുപോലെ പെട്ടി പൊട്ടിച്ചൊക്കെ നോക്കി. അപ്പോൾ അടിപൊളി ഓവനാട്ടോ. ഇതിന് കണ്ടോ, ഇതുപോലെ ഒരു അടിപൊളി പിടി കൊടുത്തിട്ടുണ്ട്, ഒരു സ്റ്റീൽ ടൈപ്പ് ആയിട്ടുള്ള ഒരു പിടി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ നല്ല ഫ്രീ ആയിട്ട് നല്ല വിധത്തിൽ ഓപ്പൺ ആവും. കാരണം വെച്ചാൽ ഫുൾ ലെങ്ത്തിൽ അങ്ങോട്ട് ഓപ്പൺ ആയി കിട്ടുന്നുണ്ട്. ചില ഓവനൊക്കെ നമുക്ക് ചെറിയൊരു ഇതിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ, തുറന്നെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് അതങ്ങനെയല്ല, നന്നായിട്ട് ഓപ്പൺ ആയി വരുന്നുണ്ട്. പിന്നെ പോരാത്തതിന് നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ വെക്കാം. ഇത് 60 ലിറ്ററിൻ്റെ കേട്ടോ. പിന്നെ ആ രണ്ട് സൈഡിൽ ഒരു റബ്ബർ ബുഷം പോലത്തെ വെച്ചിരിക്കുന്നത്, അതായത് ഇത് പോയി അടയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ബാറിൽ അങ്ങോട്ട് മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ചെറിയ റബ്ബർ ബുഷ് വെച്ചത്. പിന്നെ ആ സൈഡിലാണ് നമ്മളെ ഇതുള്ളത്, അതായത് ഫാൻ ഉള്ളത്. പിന്നെ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഈ റോട്ടിസറി ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു ഇത് വാങ്ങുന്നത്, അതായത് ഒരു ഓവൻ വാങ്ങുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ പോരാത്തിന് അഗാരോ നല്ല ബ്രാൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ചൂസ് ചെയ്തിട്ടോ. അപ്പോൾ ഇതാ ഇതിനൊരു ഗ്രില്ലുണ്ട്, അതുപോലെ തന്നെ ഗ്രിൽ റാക്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ട്രേയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ചെറിയൊരു പിടുത്തുള്ള സാധനമുണ്ട്. പിന്നെ നമ്മൾ റോട്ടിസറി എടുക്കുന്ന അതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഇതാ ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ ഉണ്ട് കേട്ടോ. ഈ ട്രേൻ്റെ അകത്ത് ഇതാ ഇതുപോലെ റോട്ടിസറി ചിക്കൻ്റെ ആ ഒരു ടൂൾ ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ നമ്മുടെ മറ്റേ കബാബ് എന്തോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഉണ്ടാക്കുന്നതിൻ്റെ തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നതിൻ്റെ 8 മറ്റേതുണ്ട് കേട്ടോ, കോല് പോലത്തെ സാധനമുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടിയിലൊരു ട്രേയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി, കാരണം വെച്ചാൽ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആയിരുന്നു. നമുക്ക് യൂസ് ചെയ്യാനും നല്ല സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടെന്ന് തോന്നി. പിന്നെ ഇതിൻ്റെ അടിയിൽ എന്താ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതുണ്ട്, ട്രേ ഉണ്ട്. ഈ ട്രേയിൽ പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന വേസ്റ്റ് മൊത്തം കളക്ട് ചെയ്യുന്ന ട്രേ ആണ്. അപ്പോൾ നമുക്ക് ഈ ട്രേ മാത്രമേ ഊരിയിട്ട് ക്ലീൻ ചെയ്താൽ മതിയാവും. കാരണം വെച്ചാൽ ഈ ട്രേൻ്റെ ഏറ്റവും എൻഡ് ഭാഗത്ത് ഇങ്ങനെ പൊന്തി കിടക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി അപ്പുറത്തേക്കൊന്നും മേക്ക് പോകില്ല. അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് തന്നെ ഈ ഓവൻ്റെ അകത്ത് ആവാണ്ട് കിട്ടുട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ഹീറ്റിംഗ് ഓയിലാണ് താഴത്ത്, മുകളിൽ 3 ഹീറ്റിംഗ് ഓയിലുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഹീറ്റായി കിട്ടും. പോരാത്തിന് ഇതിൽ മറ്റേ ഫാനിൻ്റെ ഒരു ഇതും കൂടി ഉള്ളതിനോണ്ട് നമുക്ക് അങ്ങനെയും ഒരു എന്താ പറയുക, ഓവനായിട്ടും അല്ലാണ്ട് തന്നെ മറ്റു ചിലക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതായത് എയർ ഫ്രയർ ടൈപ്പായിട്ട് യൂസ് ചെയ്യുക. രണ്ടിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഇതിന് അകത്തും പുറത്തും ഒരു 2 ഗ്ലാസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സേഫ് ആൻഡ് സെക്യൂർ ആണ്. അടിപൊളി പ്രോഡക്റ്റ് ആയിട്ട് തോന്നി, കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതാണ് ഹീറ്റിംഗ് ഇതാക്കുന്നത്, അത് ടെമ്പറേച്ചർ സെറ്റിംഗ് ചെയ്യുന്നതാണ് ഇത്. 250 വരെ ടെമ്പറേച്ചർ ഉണ്ട് സെറ്റിങ്സ്. പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മുകളിലും താഴത്ത് അങ്ങനെ എവിടേക്കാണ് നമുക്ക് ഹീറ്റിംഗ് വരേണ്ടത് എന്നല്ല കേട്ടോ. അത് മുകൾ ഭാഗത്ത് ഹീറ്റിംഗ് വരും, ആ വര കാണിക്കും, താഴത്ത് ഹീറ്റിംഗ് വരും. ഇത് 2 ഭാഗത്ത് ഹീറ്റ് വരും കേട്ടോ. അടുത്ത് പറഞ്ഞാൽ ഫാന്, അതുപോലെ പിന്നെ റോട്ടിസറി എല്ലാ ഭാഗത്തിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ കേട്ടോ, എവിടെയൊക്കെ ഹീറ്റ് വരണം എന്നുള്ളതിൻ്റെ. പിന്നെ ഇത് ടൈമർ കേട്ടോ, ടൈമർ സെറ്റ് ചെയ്യുക. ഇതിൽ മൊത്തത്തിൽ 90 വരെ ടൈമർ ഉണ്ട്, അതായത് 1 മണിക്കൂർ നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ടൈമിങ്ങിൻ്റെത്. അപ്പോൾ ഇത്രക്കാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബോഡി പാർട്ട് പറഞ്ഞാൽ അടിപൊളിയാണ്, കാണാൻ നല്ലൊരു ബ്ലാക്കി അതുപോലെ തന്നെ ഒരു സിൽവർ ലുക്കാട്ടോ. പിന്നെ ഇത് 60 ലിറ്ററിൻ്റെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിടുത്തുണ്ട് കേട്ടോ. ഏകദേശം ഒരു ടൈമിൽ തന്നെ ഇതിൽ 15 പിസയും അതുപോലെ തന്നെ 16-15 പിസറ്റാണ്. പിന്നെ അതുപോലെ 5 കിലോൻ്റെ ചിക്കനും കൊള്ളും കേട്ടോ. ബാക്കിലെ വേരിയൻ്റ് ഇതുപോലെയാണ് വരുന്നത്, ബാക്കിൽ ഇതുപോലൊരു ഡിസൈൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റൽ ബോഡി നല്ല അടിപൊളി ബോഡി കേട്ടോ. പിന്നെ ഇതുപോലൊരു പവർ സോക്കറ്റും വരുന്നുണ്ട്. അത്യാവശ്യം വലിയ ലെങ്ത് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വെക്കുന്ന ഭാഗത്ത് ഓവൻ വെക്കാൻ പറ്റിയ ആ ഒരു രീതിയിലുള്ള ലെങ്ത് ഒക്കെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ 2 ഭാഗത്ത് ഇങ്ങനെ ഒരു കാല് പോലത്തെ ബുഷിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകില്ല. പിന്നെ ഇതിൻ്റെ 2 സൈഡിൽ എയർ വെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫുൾ ബോഡി ലുക്ക് കേട്ടോ. ഇനി നമ്മളിത് ഓണാക്കിയിട്ട് കാട്ടിത്തരാം. ഓണാക്കിയിട്ട് ഇത് എന്തൊരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഓഫ് ആവുന്നതും കാട്ടിത്തരാം കേട്ടോ. ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ലൈറ്റ് കത്തും. ഇനി ഇത് ഓഫ് ആവുന്ന സമയത്ത് അതിൻ്റെ ഒരു സൗണ്ട് വരും, ഇത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൗണ്ട് വരും കേട്ടോ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ആ സൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ
ഓവൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ഓവനാട്ടോ, ആർക്കും വേണമെങ്കിൽ വിശ്വസിച്ച് വാങ്ങാം. പിന്നെ ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 2100 വാട്ട്സ് ആണ്. പിന്നെ ലിറ്റർ കപ്പാസിറ്റി ഞാൻ പറഞ്ഞല്ലോ 60 ലിറ്ററാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.